എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങളുടെ മോർണിംഗ് റുട്ടീൻ, ഞങ്ങളുടെ ഏഞ്ചുട്ടി നഴ്സറി പോകുന്നത് വരെയുള്ള മോർണിംഗ് റുട്ടീനാണ് കേട്ടോ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം അല്ലേ. ഇന്ന് ഞാൻ സ്കൂളിൽ പോവാണേ. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോകാൻ റെഡിയായി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ രാവിലെ തൊട്ടുള്ള ഈ ഒരു സമയം വരെയുള്ള മോർണിംഗ് റുട്ടീൻ ഒന്ന് കണ്ടാലോ? വെൽക്കം. അപ്പോൾ പതിവിൽ നേരത്തെ ആയിരുന്നു ഞാനിന്ന് എണീറ്റത്. രാവിലെ ഒരു 5:45 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റു. കാരണം മമ്മി വീട്ടിലില്ലാത്തതുകൊണ്ട് കിച്ചൺ ഡ്യൂട്ടി മുഴുവൻ ഞാൻ തന്നെയായിരുന്നു ഇന്ന് ചെയ്യേണ്ടിയിരുന്നത്. സോ നേരത്തെ എണീറ്റു കേട്ടോ ഇന്ന്. പിന്നെ അടുക്കളയിൽ പോയി നിന്ന് ഇന്ന് എന്താണ് തോരൻകറിയൊക്കെ വെക്കേണ്ടതെന്ന് സാധാരണ അമ്മമാരെ പോലെ ഞാനും കുറേ നേരം ആലോചിച്ചുകൊണ്ടൊക്കെ നിന്നു. പിന്നെ എനിക്ക് രാവിലെ എണീറ്റ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അടുപ്പിൽ തീ കത്തിക്കുക എന്നുള്ളതാണ്. ഇത് മമ്മിയുടെ ഡ്യൂട്ടിയാണ്, മമ്മിയാണ് സാധാരണ ഇത് ചെയ്യുന്നത്. എനിക്ക് അറിയത്തില്ല എന്നിട്ടല്ല, പക്ഷെ ഞാൻ ഒരുപാട് സമയം എടുത്താണ് അടുപ്പിൽ തീ കത്തിക്കാന്ന് കേട്ടോ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയും ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ദോശമാവൊക്കെ എടുത്ത് കുഴച്ച് വെച്ചു. അതിനിടയ്ക്ക് തോരന് വേണ്ടിയിട്ടുള്ളൊരു ബീട്രൂട്ട് ഉണ്ടായിരുന്നു. ആ ബീട്രൂട്ട് ഞാൻ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. എൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അമ്മ അത് അരിഞ്ഞിട്ട് സൈഡിൽ കൊണ്ട് വെച്ചിട്ട് പോയി. കാരണം വീഡിയോയ്ക്കകത്തേക്ക് ഞാനും വരുമെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി അവിടെ വെച്ചിട്ട് പോയി കേട്ടോ. പിന്നെ ചിക്കനോ മീനോ ഒന്നും ഇല്ലാതെ ഫുഡ് കഴിക്കത്തൊന്നുമില്ല പിള്ളേർ. അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മീനുണ്ടായിരുന്നു. ആ മീൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ദോശയാണ് ആക്കണമെങ്കിൽ ഇതുപോലെ വല്ല എലിഫൻറ്റിനെയോ ബട്ടർഫ്ലൈയോ അങ്ങനത്തെയുള്ള ഷേപ്പ് എന്തെങ്കിലുമൊക്കെ ആക്കുവാണെങ്കിൽ അവർ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അത് മുഴുവൻ കഴിക്കും. അങ്ങനെ ഞാനൊരു എലിഫൻറ്റിനെ ആക്കി. സ്കൂളിൽ പോകുന്നില്ലേ ആരും? എക്സ്ക്യൂസ് മീ, ഏഞ്ചുട്ടിനെ കാണുന്നില്ലല്ലോ. ഏഞ്ചുട്ടി ഹലോ മാഷേ. അങ്ങനെ രാവിലെ അവരെ എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ചു. പിന്നെ ഇന്ന് അവർക്ക് കൊടുത്തു വിട്ടത് ചോറും തോരനും മീൻ വറുത്തതുമായിരുന്നു. പിന്നെ ഞങ്ങൾ റെഡിയായി, ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങി. ആദ്യം മോനെ കൊണ്ടുവിടണം. മോനെ കൊണ്ടുവിടുന്നത് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. സ്കൂൾ ബസ് വരാൻ ഏകദേശം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റോളം ഞങ്ങൾക്ക് നടക്കാനുണ്ട്. സ്പീഡിൽ നടക്കുവാണെങ്കിൽ 10 മിനിറ്റ്, മെല്ലെയാണ് പോകുന്നതെങ്കിൽ ഒരു 15 മിനിറ്റ് എടുക്കും കേട്ടോ. അപ്പോൾ സ്കൂൾ തുറന്നിട്ട് ഇപ്പോൾ 3 ദിവസമല്ലേ ആയുള്ളൂ. രാവിലെ എണീറ്റൊരു മടിയൊക്കെ ഉണ്ടെങ്കിലും രാവിലെ നടക്കുന്നതൊക്കെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ എന്നൊക്കെ സ്വയം അങ്ങ് ആശ്വസിച്ച് അങ്ങ് നടക്കും കേട്ടോ. ഇവരുടെ കൂടെ പിന്നെ നടക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ അവൻ്റെ കൂടെ ഓടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ മോള്. ഈ ഒരു കയറ്റം മുഴുവൻ ഞങ്ങൾക്ക് അങ്ങ് കയറി മുകളിലെത്തണം. അങ്ങ് മുകളിലെ സൈഡിലാണ് വണ്ടി വരുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മോള് മടുക്കും, എന്നാലും രാവിലെ എണീറ്റൊക്കെ നടക്കുന്നൊരു സുഖമായതുകൊണ്ട് അങ്ങ് നടക്കും. പിന്നെ ഞങ്ങൾ അവനെ കൊണ്ടുവിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ബാഗുണ്ടോ? ബുക്കുമുണ്ട്, തൊപ്പിയുണ്ട്, ബോസമുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് പോവാം, റെഡിയാവാം. ഉടുപ്പിട്ടു. അപ്പൊ പോകാനായിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഒരാൾ പ്രാർത്ഥിച്ചില്ല എന്നും പറഞ്ഞ് തിരിച്ചു കയറിപ്പോയി. പോയിട്ട് വരട്ടെ. പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. ബാഗ് അമ്മ പിടിക്കണോ? ബാഗ് പിടിക്കണോ? കനമുണ്ടോ? കനമില്ല. എന്ത്? എവിടെ? കിളിക്കുഞ്ഞാണോ കരയുന്നേ? എന്താ? അല്ല, പരന്നില്ല. കാക്കേന്റെ കുഞ്ഞിന് കടിച്ച് പറിച്ചെടുത്തോണ്ട് തിന്നോ? അയ്യോ, ആരാ പറഞ്ഞേ? എന്താ പറ്റിയേ? കണ്ണ് തിരുമിയോ?
അങ്ങനെ മോളെ കൊണ്ടുവിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇനി കഴിക്കണം, പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കാണാൻ. ടാറ്റാ, ബൈ ബൈ.